ചേട്ടാ, ഒരു 100 രൂപയ്ക്ക് ചില്ലറ വേണം. ശരി ഏട്ടാ. അമ്മ ഇതുവരെ കുടിച്ചു കഴിഞ്ഞില്ലേ? എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും അമ്മ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്റെ സന്തോഷം അത് മാത്ര. അമ്മ സർപ്പദോഷങ്ങൾ അകറ്റാൻ പ്രത്യേക പൂജകൾ ചെയ്യുന്നുണ്ട്. അന്നദാനം നടത്തുന്നത് നിങ്ങൾ തന്നെയല്ലേ? അതെ തിരുമേനി. അന്നദാനം നടത്തുന്നവര് ഭക്തർക്കൊപ്പം വരുന്ന ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ എന്നാണ്. അത് കഴിഞ്ഞിട്ടേ മടങ്ങുന്നുള്ളൂ. നന്നായി. അയ്യോ, പേടിക്കൊന്നും വേണ്ട നവീൻ. ഞാൻ പറഞ്ഞില്ലേ എന്റെ മനസ്സിന് നല്ല ശാന്തതയുണ്ടെന്ന്. അതിപ്പോ കൂടി കൂടി വരുന്നതേ ഉള്ളൂ. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം മോളെ. പ്രാർത്ഥിച്ചു കഴിഞ്ഞു മോളെ? ആ കഴിഞ്ഞു. നാഗത്തറയിൽ ബോധം കെട്ട് കിടന്നപ്പോ പേടിച്ചോ? അല്ല, അമ്മ എവിടെ? നിങ്ങൾ എന്തൊക്കെയാ ചോദിക്കുന്നേ? രാവിലെ നാഗത്തറയിൽ കിടന്നത് മോളല്ലേ? ഞാനേ ഗാഥ ശ്രീനിവാസ. നാഗത്തറയിൽ വന്ന് ബോധം കെട്ടി കിടക്കാനൊന്നും ഞാൻ തരം താഴ്ന്നിട്ടില്ല. മോളെ അരുത്. ആള് തെറ്റിയിട്ട് ചോദിക്കുകയാണെന്ന് തോന്നുന്നു. ഇതെന്റെ മകനും മരുമകളുമാണ്. ഞാനാ ഇവരുടെ അമ്മ. എങ്കിലേ എനിക്ക് ആള് മാറിയതായിരിക്കും. ക്ഷമിക്കണം കേട്ടോ. എന്താ അവർക്ക്? വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടാണല്ലോ പോകുന്നത്. കണ്ടില്ലേ? കാര്യമാക്കണടോ. അതുകൊണ്ടല്ലേ പാവങ്ങൾ വിശേഷം ചോദിക്കുന്നത്. മോളെ പ്രാർത്ഥിക്കാൻ മാത്രമല്ല, ക്ഷേത്ര പരിസരത്തുള്ള പെരുമാറ്റവും നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ.